ആലപ്പുഴയിൽ വീണ്ടും രാസലഹരിയുമായി CPM പ്രവർത്തകൻ അറസ്റ്റിൽ. കായംകുളം നൂറിനാട്ടാണ് 29 ഗ്രാം MDMAയുമായി CPM അംഗമായ ഡിവൈഎഫ്ഐ നേതാവ് അടക്കം 2 പേർ അറസ്റ്റിലായത്. കായംകുളം പുള്ളിക്കണക്ക് ഡിവൈഎഫ്ഐ മുൻ മേഖലാ കമ്മിറ്റി അംഗവും CPM കുറ്റിത്തെരുവ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ പ്രശാന്ത്, അഖിൽ, അജയൻ എന്നിവരാണ് പിടിയിലായത്. ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിച്ച MDMAയുമായി ചാരുമൂട് ഭാഗത്ത് വെച്ചാണ് പിടിയിലായത്. കൂടുതൽ പേർ ഇവരുടെ സംഘത്തിൽ ഉണ്ട് എന്നാണ് സൂചനകൾ. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് നൂർനാട് CI ശ്രീകുമാർ പറയുന്നത്. വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, എന്തൊക്കെയാണ് പോലീസ് ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത്? രാഹി, കഴിഞ്ഞ ദിവസം ചാരുമൂട് ഭാഗത്ത് വെച്ചാണ് നൂർനാട് പോലീസ് ഇത്തരത്തിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ലൊക്കേറ്റ് ചെയ്യുകയും ഇവരിൽ പരിശോധന നടത്തി 29 ഗ്രാം MDMA പിടികൂടുകയും ചെയ്ത്. കായംകുളം പുള്ളിക്കണക്ക് ഭാഗത്തെ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു ഇതിൽ പ്രധാന പ്രതിയായ പ്രശാന്തിനൊപ്പം അഖിൽ, അജയൻ എന്ന ഒരു യുവാവ് കൂടി പിടിയിലായിട്ടുണ്ട്. ഈ പ്രശാന്ത് CPM പാർട്ടി അംഗം കൂടിയാണ്. പ്രശാന്തിന്റെ ജ്യേഷ്ഠനും സജീവ പാർട്ടി പ്രവർത്തകനും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ ഏരിയ കമ്മിറ്റി അംഗവും മറ്റുമാണ്, LC മെമ്പറുമാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ CPM പ്രവർത്തകർ ഇത്തരത്തിൽ ലഹരി വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ പിടിയിലാവുന്നത് സ്ഥിരം സംഭവമാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. അടുത്തിടെയാണ് ആലപ്പുഴയിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഇത്തരത്തിൽ MDMAയുമായി പിടിയിലായത്. അയാൾക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയും ഉന്നത CPM നേതാക്കൾ ഇടപെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കായംകുളം ഭാഗത്തെ പുള്ളിക്കണക്ക് സ്വദേശിയായ പ്രശാന്ത് എന്ന CPM പ്രവർത്തകനും പിടിയിലാവുന്നത്. ഇത് ചാരുമൂട് ഭാഗത്ത് വെച്ച് നൂർനാട് പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇത് വിൽപ്പനയ്ക്കായും കൂടി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര അധികം 29 ഗ്രാം MDMA രാസലഹരിയുമായി വീണ്ടും ഒരു CPM പ്രവർത്തകൻ കൂടി ആലപ്പുഴയിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 29 ഗ്രാം MDMAയാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.